CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് കടപ്പുറം കറുകമാട് നാലുമണിക്കാറ്റ് മുല്ലപ്പുഴയിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നു രാവിലെ 11:30 മീൻ പിടിക്കാനെത്തിയവരാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. കൊലപ്പെടുത്തി കെട്ടിത്താഴ്ത്തിയതെന്ന് നിഗമനം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസ്സിൽ സ്കൂട്ടറിടിച്ച് യുവാവ് മരിച്ചു. വെള്ളർക്കാട് മണ്ണാംകുന്ന് സ്വദേശി വിബീഷാണ് മരിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തു. പൊന്നയൂരിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ യുവാവിന് പരിക്കേറ്റു. അകലാട് നാലാംകല്ല് ഓട്ടോറിക്ഷ ഡ്രൈവർ വലിയകത്ത് അസം ബസരിക്കാണ് മർദ്ദനമേറ്റത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കുള്ള നടീൽ തുടങ്ങി. 20 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് നടീൽ ആരംഭിച്ചത്. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ കടുത്ത നടപടിയുമായി പോലീസ്. സ്ഥിരം കുറ്റവാളിയാണെന്ന് കാട്ടി 107-ാം വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വെള്ളം വിതരണം ചെയ്യുന്ന ജലനിധി ശുദ്ധജല പദ്ധതിക്ക് 60 ലക്ഷം രൂപയുടെ നഷ്ടം. ഉപ്പുവെള്ളം കലർന്നതോടെ 17 മാസക്കാലം സൗജന്യ വെള്ളം വിതരണം ചെയ്ത വകയിലാണ് ഗുണഭോക്താക്കളിൽ നിന്നും ലഭിക്കേണ്ട 60 ലക്ഷം രൂപ ജലനിധിക്ക് നഷ്ടമായത്. പോർക്കുളം പഞ്ചായത്ത് കുടുംബശ്രീ ADS പൊതുസഭ പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പൂമരത്തിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഇന്നു രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. വടക്കേകാട് കച്ചേരിപ്പടിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവൃത്തി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കീഴ്ശാന്തി അന്തരിച്ചു. 6 പതിറ്റാണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവൃത്തി ചെയ്തുവരുന്ന തേലപ്പറ്റ കൃഷ്ണൻ നമ്പൂതിരിയാണ് മരിച്ചത്. പൊന്നിയർകുളം ചമ്മന്നൂർ GMLP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്തും റോഡരികിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാട് ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വൈദ്യപരിശോധനാ ക്യാമ്പുകൾ നടന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു. പൊന്നിയൂർക്കുളം AEO നാക്കോല റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. ആത്മ 2024 പദ്ധതിയുടെ ഭാഗമായി ഓണക്കാല വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷിരീതിയെക്കുറിച്ച് പരിശീലനം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമാശ്ലേഹായുടെ ദുക്റാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. പുന്നയൂർക്കുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബത്തിന് പണി കഴിപ്പിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി K ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പുന്നയൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ മാലിന്യം നിക്ഷേപിച്ചയാൾക്ക് പിഴ ചുമത്തി പഞ്ചായത്ത് അധികൃതർ. തിരുവത്ര സ്വദേശി മുജീബിനാണ് 20,000 രൂപ പിഴ ചുമത്തിയത്. ജൂലൈ 3 സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ അവകാശ ദിനം ആചരിച്ചു. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടിയ ചാലിശ്ശേരി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ രാജേശ്വരിയെ അനുമോദിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.